എല്ലാ കാര്യത്തിനും എന്തോ ഒരു വലിയ സമാധാനം ഉണ്ടാകാൻ പോകുന്നു. അത് കുറേ അധികം ആൾക്കാരുടെ ഒരു അനുഭവമാണ്. അതുതന്നെയാണ് നമ്മൾ പല വിഷയങ്ങളും കേൾക്കുമ്പോൾ. ഒരു ക്യാൻസർ രോഗി കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ക്യാൻസറാണെന്ന് എന്നോട് പറഞ്ഞപ്പോഴേ അദ്ദേഹം പറയണത് ഞാൻ ചിരിച്ചെന്നാണ് പറയണത്. ഞാൻ ഓർക്കണില്ല, സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ ചെയ്യത്തില്ല. ഞാൻ വളരെ ആദരവോടും ദൈവതിരുസന്നിധി എളിമയോടും കൂടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കണത്. അപ്പോൾ എൻ്റെ മനസ്സ് അറിഞ്ഞ് ചിരിച്ച് കാണത്തില്ല. പക്ഷേ ക്യാൻസറെ കർത്താവ് എടുത്തു മാറ്റി. അതിന് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമ്മയുടെ ഒരു ചിരിയാണ്. ചിരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം? ഇതെല്ലാം ദൈവത്തിൻ്റെ കീഴിലാണ്. എൻ്റെ ദൈവവേദന, നീ ഒരു തീരുമാനം ഉള്ളിലെടുക്കണം. വിശ്വാസം ഒരു സങ്കല്പമല്ല, അതൊരു സമർപ്പണമാണ്. നീ വിശ്വസിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, വിശ്വാസം കൊണ്ട് ദൈവം നിന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്തും നിറവേറ്റാൻ ഞാൻ സന്നദ്ധയാണെന്നുള്ളത് നീ ദൈവത്തോട് മുൻകൂറായിട്ട് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പറയണം. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, വിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാം എൻ്റെ ജീവിതത്തിലെ സന്തോഷത്തോടെ നിറവേറ്റാനും സാക്ഷ്യമായി ജീവിക്കുവാനും എൻ്റെ സന്നദ്ധതയെ ഓ ദിവ്യകൃപാനയിലെ എഴുന്നള്ളി വസിക്കുന്ന എൻ്റെ കർത്താവേ അങ്ങേ അറിയിക്കുന്നു. എന്നെ സഹായിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. Looks sweet. पर ये फेक तो नहीं है, Real है bro. Are you sure कि we'll definitely love you back. It's a date with the dessert that loves you back. Get Family Date Bites in 10 minutes. Blinkit. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വിശ്വാസത്തെക്കുറിച്ച് രണ്ടാമത് എൻ്റെ മക്കൾ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യം, പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം, കർത്താവേ നിൻ്റെ വചനങ്ങൾ ഒരു പുതിയ മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ അഭിഷേകം നൽകണമേ. പ്രാർത്ഥിച്ചേ. കർത്താവേ നിൻ്റെ വചനങ്ങൾ ഒരു പുതിയ മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ ഓ ഈശോയെ ഇപ്പോഴെന്നെ അനുഗ്രഹിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പുതിയ മനസ്സെന്നുള്ളത് വെളിപാടാണ്. ആരാധനയിൽ ഇപ്പോഴ് കർത്താവ് നൽകുന്ന വെളിപാടാണ്. അപ്പോൾ
അതേ അനേകം മക്കൾക്ക് ഈ പുതിയ മനസ്സുകൾ, അതായത് പുതിയൊരു മനസ്സുകൊണ്ട് കർത്താവിൻ്റെ വചനം, കാര്യം കർത്താവിൻ്റെ വചനം സർവകാലത്തേക്കും ഉള്ള സത്യമാണ്. ഈ വചനം സത്യമാണെന്നൊരു ബോധ്യം കിട്ടിയാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാകും. നമുക്ക് കാര്യങ്ങൾ എളുപ്പമാകാത്തതിൻ്റെ കാരണം വചനത്തിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം, പക്ഷേ അത് സത്യമാണെന്ന് ആന്തരികമായ ബോധ്യമില്ലാത്തതാണ്. അതാണ് നിങ്ങളുടെ ദൈവിക ഇടപെടൽ താമസിക്കാൻ കാരണം. വചനം സത്യമാണെന്നുള്ളത് ഒരു പുതിയ മനസ്സുകൊണ്ട് ബോധ്യപ്പെടാനാണ് ഇപ്പോഴേ പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കാര്യം ഈ ഉടമ്പടിയുടെ നിബന്ധനകളില്ലേ, ഉടമ്പടി നിബന്ധനകൾ എന്താ ശരിക്കും പറഞ്ഞാൽ? പഴയ നിയമത്തിലെ കൽപ്പനകളെക്കുറിച്ച് പറയണത് കർത്താവിൻ്റെ വചനങ്ങളെന്നാണ് പറയണത്, ഇല്ലേ? നിബന്ധന എന്ന് പറഞ്ഞാലും ശരിക്കും എന്താണത്? കർത്താവിൻ്റെ വചനങ്ങളാണ്. നമ്മളതിനെ ഘടന തിരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മളതിനെ ഒരു പേരിട്ടിരിക്കുന്നത്. നിബന്ധനയായാലും കൽപ്പനയായാലും ബേസിക്കായിട്ട് അതെന്താണ്? കർത്താവിൻ്റെ വചനങ്ങളാണ്. അപ്പോൾ നീയൊരു രോഗി ശുശ്രൂഷ നടത്തുമ്പോഴും നീയൊരു പ്രേക്ഷിത ജോലി ചെയ്യുമ്പോഴും നിറവേറ്റുന്നത് എന്താണ്? കർത്താവിൻ്റെ വചനങ്ങളാണ്. കർത്താവിൻ്റെ വചനങ്ങൾ ആരാണ് നിറവേറ്റണതെന്ന് കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? കർത്താവിൻ്റെ വചനങ്ങൾ എല്ലാവർക്കും നിറവേറ്റാൻ പറ്റത്തില്ല. നിറവേറ്റാമായിരിക്കും, പക്ഷേ കർത്താവിൻ്റെ അക്കൗണ്ടിലാകത്തില്ല, കർത്താവിൻ്റെ പേരിൽ ആകത്തില്ല. അതാണ് പ്രശ്നം. കർത്താവിൻ്റെ വചനങ്ങൾ നിറവേറ്റാൻ പറ്റും, പക്ഷേ കർത്താവിൻ്റെ പേരിലായിരിക്കത്തില്ല. ഇപ്പം നിന്നോട് കടയിൽ പോയി ഒരു സാധനം വാങ്ങാൻ പറഞ്ഞു, പക്ഷെ നീ സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഒരു സ്വർണ്ണമാല വാങ്ങിക്കാൻ പറഞ്ഞു, നീ സ്വർണ്ണമാല വാങ്ങിക്കുന്നു. അപ്പോൾ സ്വർണ്ണമാലയും ബില്ലും കൊണ്ടുവന്ന് നീ വാങ്ങിക്കാൻ പറഞ്ഞ ആളിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അയാൾ ബില്ല് വായിക്കുകയാണ്. ബില്ല് വായിക്കുമ്പോൾ ഉദാഹരണം ത്രേസ്യ ആൻ്റണി. ആരാണത്? ത്രേസ്യ ആൻ്റണി ആരാണ്? വാങ്ങിച്ച ആളാണ്. അതെന്നാ പറ്റിയത്? കാശ് കൊടുത്ത് വിട്ട് സ്വർണം മേടിക്കാനുള്ള ആൾ അവൻ്റെ പേരിൽ മേടിച്ചുകൊണ്ട് പോകുന്നു. ഭയങ്കര കള്ളത്തരമാണ്.